Prove that for a cone made by rolling up a semicircle, the area of the curved surface is twice the base area. ഒരു അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ് അതിന്റെ പാദപരപ്പളവിന്റെ 2 മടങ്ങാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്കറിയാം റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ, അഥവാ ഒരു അർദ്ധവൃത്തത്തിന്റെ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കട്ടെ. നമ്മളൊരു ക്വസ്റ്റ്യനിൽ തെളിയിച്ചതാണ്. ഇതിന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ തെളിയിച്ചതാണ്. അതായത് ഒരു സെമി സർക്കിൾ വളച്ചുണ്ടാക്കുന്ന അർദ്ധവൃത്തം വളച്ചുണ്ടാക്കുന്ന ഒരു വൃത്തസ്തൂപികയുടെ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പോൾ റേഡിയസിനെ ഞാൻ x എന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ലാന്റ് ഹൈറ്റിനെ നമുക്ക് എടുക്കാം 2x എന്ന് എടുക്കാം. ഓക്കെ, നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കാം. ബേസ് ഏരിയ പാദപരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. r എന്ന് പറയുന്നത് എന്താണ്? r എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ πx² എന്ന് വരും. ഇനി വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πrl. അപ്പൊ പൈക്ക് പൈ തന്നെ കൊടുക്കുക. r എന്ന് പറഞ്ഞാൽ x ആണ്, l എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പൊ ആദ്യം നമുക്ക് നമ്പർ എഴുതാം. 2πx² എന്ന് വരും അല്ലെ. ആദ്യം ഞാൻ നമ്പർ എഴുതി 2, പിന്നെ പൈ എഴുതി x × x x². അതിൽ ഈ πx² മാത്രം ഒന്ന് എടുത്തു നോക്കിയേ. എന്താ πx² എന്ന് പറഞ്ഞാല്? എന്താ πx² എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ആണ്. അപ്പൊ 2 × ബേസ് ഏരിയ എന്ന് പറഞ്ഞൂടെ അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് വക്രതല പരപ്പളവ് അതിന്റെ പാദപരപ്പളവിന്റെ 2 മടങ്ങാണ്. കണ്ടോ, 2 × ബേസ് ഏരിയ പാദപരപ്പളവ് twice its base area. ബേസ് ഏരിയയുടെ 2 മടങ്ങാണ്. 2 × ബേസ് ഏരിയ എന്ന് കിട്ടിയില്ലേ. കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ 2 × ബേസ് ഏരിയ, വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 2 × പാദപരപ്പളവ് കിട്ടിയില്ലേ.